Hi friends, welcome back to our channel. I am Ranji from BOYA Sound Academy. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സ്റ്റുഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോ കാണാനൊക്കെ, അതുപോലെ റെക്കോർഡിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്സിൽ BOYA സൗണ്ട് പാർക്ക് കാലടി എന്ന് അടിക്കാം, നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ തന്നെ കിട്ടും. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു അൺബോക്സിംഗ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാനോ അതുപോലെ ഈ ഇൻ്റർവ്യൂസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്കാണ് ലേപ്പിൾ മൈക്ക്, അല്ലെങ്കിൽ ലെവലിയർ മൈക്ക്, അല്ലെങ്കിൽ കോളർ മൈക്ക്. ആ മൈക്കാണ് ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മൈക്കിനൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വയർ എപ്പോഴും ഈ ഫോൺ അല്ലെങ്കിൽ ക്യാമറയിൽ നിന്ന് എപ്പോഴും നമുക്ക് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റില്ല. അതുമാത്രമല്ല, ഈ വയർ നമ്മൾ നടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ തടയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് സൊല്യൂഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൈക്രോഫോണാണ് ഷോർട്ട് ഗൺ മൈക്ക്. നമ്മുടെ മൈക്രോഫോൺസിന് ചില പോളർ പാറ്റേൺസ് ഉണ്ട്. പോളർ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ മൈക്ക് ക്യാപ്ചർ ചെയ്യുന്ന ഏരിയയാണ് നമുക്ക് പോളർ പാറ്റേൺ പറയുന്നത്. ആ ഒരു ഡയഗ്രാമിനെ നമ്മൾ പോളർ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോളർ മൈക്ക് അല്ലെങ്കിൽ ലെവലിയർ മൈക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഈ കണക്ട് ചെയ്തേക്കുന്ന മൈക്ക് എന്ന് പറയുന്നത് ഓംനി ഡയറക്ഷനാണ്. ഓംനി ഡയറക്ഷൻ എന്ന് പറയുന്നത് 360 ആയിട്ടാണ് അത് സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ ഞാനതിനെ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ചാലും ബാക്കിൽ നിന്ന് സംസാരിച്ചാലും സൈഡിൽ സംസാരിച്ചാലും അത് ഒരുപോലെ ആയിരിക്കും സൗണ്ട് ക്യാപ്ചർ ചെയ്യുക. അതിനൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ പുറത്തിലത്തെ നോയ്സ് ഒരുപാട് അത് പിടിക്കും. ഇപ്പോൾ പുറത്തുകൂടെ ഒരു വണ്ടി പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരാൾ സംസാരിച്ചാലും അത് പിടിക്കും. അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് കാർഡിയോയിഡ്. കാർഡിയോയിഡ് എന്ന് പറയുന്നത് ഹാർട്ട് ഷേപ്ഡ് ആണ്. അത് ആ മൈക്കിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രമേ ക്യാപ്ചർ ചെയ്യുള്ളൂ. പിന്നെ സൂപ്പർ കാർഡിയോയിഡ് ഉണ്ട്, ഹൈപ്പർ കാർഡിയോയിഡ് ഉണ്ട്. അതാണ് ഷോർട്ട് ഗൺ മൈക്സിൽ യൂസ് ചെയ്യുന്നത്. ഷോർട്ട് ഗൺ മൈക്സിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് ദൂരെ വെച്ച് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫിലിംസിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഷോർട്ട് ഗൺ മൈക്കാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫിലിംസിലൊക്കെ മുകളിൽ നിന്ന് നമ്മുടെ ആക്ടേഴ്സിൻ്റെയൊക്കെ മേളിൽ ഒരു മൈക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു കോൾ പോലെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് ഷോർട്ട് ഗൺ മൈക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ചെറിയൊരു മോഡലാണ് ഇതെന്ന് പറയുന്നത് ബോയയുടെ യൂണിവേഴ്സൽ കാർഡിയോയിഡ് മൈക്രോഫോണാണ്. ഇത് കാർഡിയോയിഡാണ്, ഹൈപ്പർ കാർഡിയോയിഡ് അല്ല. ഇത് മേടിച്ചപ്പോൾ ആമസോണിൽ ഇതിൻ്റെ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് സൂപ്പർ കാർഡിയോയിഡ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ ഇത് ബോക്സിനകത്ത് എഴുതി വെച്ചിരുന്നത് കാർഡിയോയിഡാണ്. അപ്പോൾ കാർഡിയോയിഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ക്യാപ്ചർ ചെയ്യുന്നത്. സൂപ്പർ കാർഡിയോയിഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ദൂരം, അതുപോലെ കുറച്ചുകൂടി നാരോ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സൂപ്പർ കാർഡിയോയിഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ അൺബോക്സിങ് ചെയ്ത് നോക്കാം. എന്താണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇത് പല ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ബോയയുടെ ഈ ഒരു മൈക്കിന് അറൗണ്ട് 1700 റുപ്പീസാണ്. നമുക്ക് നോക്കാം ഇതിനുള്ളിൽ എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. ജസ്റ്റ് ചെറിയൊരു ബോക്സാണ്, നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ബോക്സിനുള്ളിൽ ബോയയുടെ സ്റ്റിക്കർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സ്റ്റിക്കർ ഉണ്ട്. പിന്നെ അതിനൊരു യൂസർ മാനുവൽ പോലെ അവർ തന്നിട്ടുണ്ട്. ക്ലാമ്പ് ചെയ്യാനോ അതുപോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾ, മൈക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പോളർ പാറ്റേൺ ഇവിടെ മെൻഷൻ ആണ്, കാർഡിയോയിഡാണ്. ഫ്രീക്വൻസി റെസ്പോൺസ് പറയുന്നത് 35 ഹെർട്സ് ടു 18 കിലോ ഹെർട്സ് ആണ്. അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ആണ്. പിന്നെ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്യുന്ന 3.5mm ജാക്കാണ്. ഈ ഒരു മൈക്രോഫോൺ നമുക്ക് നമ്മുടെ DSLR ക്യാമറയിൽ യൂസ് ചെയ്യാം, അതുപോലെ നമ്മുടെ ഫോൺസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതിന് ഒരു വാറണ്ടി കാർഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 1 ഇയർ വാറണ്ടി ഇതിനെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മൈക്കിലോട്ട് വരാം. ഇതാണ് അതിൻ്റെ മൈക്കിൻ്റെ കൂടെ വരുന്ന സാധനങ്ങൾ. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കി ആക്സസറീസ് നോക്കാം. ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു കണക്ടറാണ്, അഡാപ്റ്ററാണ്. ഇതിലാണ് നമ്മൾ മൈക്ക് സെറ്റ് ചെയ്യണം. ഇത് നമുക്ക് നോർമൽ നമ്മുടെ ട്രൈപോഡിൽ വരുന്ന ഒരു ബോൾട്ടിൻ്റെ കണക്ഷനാണ്. ഇത് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മൈക്ക് ഇതുമ്പോൾ ഇങ്ങനെ പോയിന്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ 2 കേബിൾസ് പ്രൊവൈഡ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു സ്പ്രിങ് പോലത്തെ കേബിൾ. ഇതെന്ന് പറയുന്നത് കണക്ഷൻ്റെ വ്യത്യാസമുണ്ട്. ഇത് രണ്ടും TRS ആണ്. TRS എന്ന് പറയുന്നത് ടിപ്പ് റിംഗ് സ്ലീവ്. രണ്ടും ടിപ്പ് റിംഗ് സ്ലീവാണ്. ചില സമയത്ത് ഇത് നമ്മുടെ ഫോണിൽ എടുക്കണമെന്നില്ല. ഫോണിൽ TRRS വേണം. 2 റിംഗ് ഉണ്ടാവും, ടിപ്പ് റിംഗ് സ്ലീവ്. ഇതെന്ന് പറയുന്നത് ടിപ്പ് റിംഗ് സ്ലീവാണ്, TRS ആണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ക്യാമറയിൽ യൂസ് ചെയ്യാം. നമ്മുടെ DSLR ക്യാമറ, അതുപോലെ ഹാൻഡി ക്യാം, അതിലൊക്കെ യൂസ് ചെയ്യാവുന്ന കേബിളാണിത്. നമ്മുടെ നോർമൽ ഫോൺസിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ TRRS കേബിളാണ്. അതാണ് ഈ കേബിൾ. അപ്പോൾ ഒരു സൈഡിൽ TRSഉം അതാണ് നമ്മൾ ഈ മൈക്കിൽ കൊടുക്കുന്നതും. രണ്ടാമത്തെ അറ്റം എന്ന് പറയുന്നത് TRRS. നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്നിൽ ഒരു റിങ്ങേ ഉള്ളൂ, മറ്റേതിൽ 2 റിങ് ഉണ്ട്. അതാണ് TRRS. അപ്പോൾ ഈ ഒരു അറ്റാണ് നമ്മൾ നമ്മുടെ മൊബൈലിൽ കൊടുക്കുന്നത്. ഇതിമേ അതിൻ്റെ കേബിളിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്മാർട്ട് ഫോൺ. അപ്പോൾ ഈ അറ്റാണ് സ്മാർട്ട് ഫോണിലോട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ അവരൊരു ബോയയുടെ സ്ഥിരം പറഞ്ഞ ഒരു പൗച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കൊണ്ടു നടക്കാൻ വേണ്ടി. ഇനി നമുക്ക് മൈക്രോഫോൺ തന്നെ നോക്കാം. ഇതാണ് മൈക്രോഫോണിൻ്റെ മുകൾ ഭാഗം. ഇതെന്ന് പറയുന്നത് വിൻഷീൽഡാണ്. വിൻഷീൽഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഔട്ട്ഡോർ ആണ് ഷൂട്ട് ചെയ്യുന്നത്. ഔട്ട്ഡോർ വോയിസ് റെക്കോർഡിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കാറ്റിൻ്റെ ഒച്ച, വിൻഡിൻ്റെ ഒച്ച, നോയ്സ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ വിൻഷീൽഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് മൈക്രോഫോൺസിൽ ഇത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ തന്നെ ഈ വിൻഡിൻ്റെ ഒച്ച നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഊരി എടുക്കാവുന്നുള്ളൂ. ഇതൊരു ഫറിൻ്റെ ഒരു ബോൾ പോലത്തെ ഒരു സംഭവമാണ്. ഇത് നിങ്ങൾ ഇൻഡോറാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ആവശ്യമില്ല.
ഔട്ട്ഡോർ നല്ല കാറ്റുള്ള സ്ഥലത്തൊക്കെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരും. ഇതാണ് മൈക്രോഫോൺ. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ മൈക്രോഫോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് തന്നെയാണ് മൈക്ക് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സബ്ജക്റ്റെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഫേസിലോട്ട് പോയിൻ്റ് ചെയ്ത് വെക്കുന്നത്. നമുക്കിത് അത്യാവശ്യം നല്ല ദൂരം തന്നെ വെക്കാൻ പറ്റും. ഇതിൻ്റെ എത്ര ദൂരം കറക്റ്റായിട്ട് എടുക്കേണ്ടതെന്ന് ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മൈക്രോഫോൺ ഇന്ന് വന്നിട്ടുള്ളൂ. ഇതിനിപ്പോൾ യൂസ് ചെയ്തിട്ട് ഞാനിതിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ കമ്മിങ് വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇത് നല്ലതാണോ മോശമാണോ യൂസ്ഫുൾ ആണോ അത് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കിനി ജസ്റ്റ് ഇത് എങ്ങനെ കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെയത് വെക്കേണ്ടത് അതിൻ്റെ രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മൈക്ക് ഹോൾഡറാണ്. ഇതിലേക്ക് ജസ്റ്റ് ഈ ഒരു വെട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് ക്ലാമ്പ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിൽ കൊടുക്കേണ്ട കേബിൾ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞ പോലെ 2 സ്ലിറ്റുള്ള കേബിളാണ്. അതാണ് ഇതിൽ സ്മാർട്ട് ഫോൺ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മറ്റേ അറ്റം മൈക്കിൽ കൊടുക്കേണ്ട അറ്റം നമ്മൾ ഇതിൻ്റെ ബാക്കിൽ പിന്നെയും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ ട്രൈപോഡ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ട്രൈപോഡിൽ നമുക്കിത് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം നിങ്ങളുടെ ഡെസ്കിലേക്ക് ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങളുടെ ഫേസിലോട്ട് പോയിൻ്റ് ചെയ്ത് വെക്കാം. കുറച്ച് ദൂരെ വെക്കാം, അടുത്ത് വെക്കണമെന്നില്ല, അത്യാവശ്യം ദൂരം വെക്കാൻ പറ്റും. ഇത് 1 മീറ്റർ 1.5 മീറ്റേഴ്സ് വരെ നമുക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റും. മറ്റേ അറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫോണിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു മൈക്രോഫോണിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ബാറ്ററിയുടെ ആവശ്യമില്ല. ഇത് ആക്ച്വലി ഡൈനാമിക് മൈക്രോഫോണാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തോളും. ഇതിന് ബാറ്ററി ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരു മൈക്ക് ഞാനിപ്പോൾ കണക്ട് ചെയ്തേക്കുന്ന ലെവലിയർ മൈക്ക് അല്ലെങ്കിൽ ലേപ്പിൾ മൈക്ക് എന്ന് പറയുന്നത് കണ്ടൻസർ മൈക്രോഫോണാണ് ആക്ച്വലി. അപ്പോൾ ഇതിന് ഒരു ചെറിയ ബാറ്ററിയുടെ ആവശ്യമുണ്ട് ഇത് ഓൺ ആവണമെങ്കിൽ. പക്ഷേ ഈ കാർഡിയോൺ മൈക്രോഫോൺ, ഈ ഷോർട്ട് ഗൺ മൈക്രോഫോൺ ബാറ്ററിയുടെ ആവശ്യമില്ല. ഇത് ആക്ച്വലി ഡൈനാമിക് മൈക്രോഫോണാണ്. അപ്പോൾ ഇതിന് ബാറ്ററിയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ടേബിളിൽ ഇരുന്നിട്ടാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടേബിളിൽ എവിടെയെങ്കിലും ദൂരെ വെച്ചിട്ട് നിങ്ങളുടെ ഫേസിലോട്ട് ഇത് പോയിൻ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് റെക്കോർഡിംഗ്, മിക്സിംഗ്, മാസ്റ്ററിംഗ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെക്കാർ നമ്പറിൽ വിളിച്ചു വയ്ക്കാം. ഓൾറെഡി ഒരുപാട് സ്റ്റുഡൻസ് ഓൾറെഡി നമ്മുടെ ക്ലാസ്സസൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല ഫീഡ്ബാക്കാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ